നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോണ വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കംപ്ലീറ്റ് കോടയാണ്. കംപ്ലീറ്റ് കോട. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ മൂന്നാറിലേക്ക് ഒരു റോഡ് ട്രിപ്പാണ്. റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകണതാണ്. ഏകദേശം 7 ആൾക്കാരോളം ഉണ്ട്. അത് 5 ആൾക്കാർ കാറിലും 2 ആൾക്കാർ, അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ബൈക്കിലും. അങ്ങനെ നമ്മൾ 7 ആൾക്കാരാണ് ട്രിപ്പ് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 6 മണിക്ക് ഇറങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് 6:15 അപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഓൺ ടൈമിൽ വന്നിട്ട് ടൂറൊന്നും പോയിട്ട് അല്ലെങ്കിൽ ഏത് പരിപാടിക്കാണെങ്കിലും ഓൺ ടൈമിൽ വന്നിട്ട് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. ക്യാമറയുടെ പാക്കേജ്, ട്രൈപോഡ്, ഇത് നമ്മുടെ ഫ്രണ്ടിന് വണ്ടിയിലെ എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ ക്യാമറ മൗണ്ട്, ഹെൽമെറ്റിൻ്റെ മൗണ്ട്, അതുപോലെ തന്നെ ജാക്കറ്റ് എല്ലാം സെറ്റാണ്. അപ്പം ഇങ്ങനെ നമുക്ക് അവർ വന്നു കഴിഞ്ഞാൽ റൈഡ് തുടങ്ങാം. നമ്മൾ പിന്നെ ആദ്യം മൂന്നാർ എന്നുള്ളതാണ്. മൂന്നാർ വട്ടവടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ റിസോർട്ടിൽ സ്റ്റേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ അവിടേക്ക് വിടും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പോണ വഴിയുള്ള കാര്യങ്ങളും ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറയാം. ഇറങ്ങാറായോ? നമുക്ക് ഇറങ്ങാൻ വെച്ചാൽ അവരിവിടെ വരാന്നല്ല പറഞ്ഞേ. ഇതാണ് നമ്മുടെ ജെയിൻ ബ്രോന്റെ കാറിലാണ് നമ്മൾ പോണത്. ഏകദേശം 7:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അനന്തും അതുപോലെ തന്നെ ബോബിയും വന്നിട്ടുണ്ട്. അപ്പോൾ അനന്തുവിൻ്റെ ബൈക്കിൽ നമുക്കിങ്ങനെ ഓയിൽ റീഫിൽ ചെയ്യണം. അനന്തിൻ്റെ വണ്ടി ഹിമാലയനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓയിൽ റീഫിൽ ചെയ്യാണ്ട് കുറച്ചൊരു ഓയിൽ കുറവുണ്ട്. അപ്പോൾ നമ്മൾ മോട്ടോജീക്കിൻ്റെ ഒരു സെമി സിന്തറ്റിക് ഓയിലാണ് നമ്മളതിൽ റീഫിൽ ചെയ്യണത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് റീഫിൽ ചെയ്തതിന് ശേഷം വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അതിനുള്ള പരിപാടികൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെവൽ ചെക്ക് ചെയ്തേട്ടാ. ഹലോ ടിൻസേ, എവിടെയാണ് ചങ്ങായി? നമ്മുടെ ഹിമാലയൻ്റെ ഓയിൽ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മുടെ രോഹിത് ഭായും ടിൻസ് ഭായും വന്നാൽ മതി. 2 ആൾക്കാരോട് വന്നാൽ നമുക്ക് പോവാം. ഇപ്പോൾ സമയം 6:45. എന്തായാലും കുഴപ്പമില്ല. 6 മണി ആയില്ലേ? അപ്പൊ നമ്മുടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ടീമിന്റെ. ഇപ്പൊ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് പോവാം അല്ലേ? അനന്തോ റെഡി അല്ലേ? ഓൾ സെറ്റ് അല്ലേ? പോവാ. നമ്മളിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ കാറിൽ ജെയിൻ, അതുപോലെ തന്നെ മിഥുൻ, ബോബി, ടിൻസ്, രോഹിത്, അങ്ങനെ 5 ആൾക്കാർ കാറിൽ പോയിട്ടുണ്ട്. അനന്തും അവരെ കൂടെ തന്നെ പോകുന്നുണ്ട് ഫ്രണ്ടിൽ. അനന്ത് ഹിമാലയയിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ അതിൻ്റെ ബാക്കിൽ പുറകിലായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായി ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ ലേറ്റ് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിങ് കൂടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആവുകയും ചെയ്യും. കുറച്ച് റൈഡിങ്ങിന് ടൈം കുറച്ച് കൂടും. പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് സമയം പോകും. അതുപോലെ തന്നെ ഒന്ന് പെട്രോൾ അടിക്കാനുണ്ട്. അപ്പോൾ അത് നോക്കണം. ഇപ്പോൾ നമ്മൾ പോകുന്നത് തൃപ്പൂണിത്തുറ വഴി കോലഞ്ചേരി, അവിടെ നിന്ന് നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വഴി വട്ടവട, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 161 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ കാക്കനാടാണ് പോകുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറ വഴിയാണ് കുറച്ച് ബെറ്റർ എന്ന് എല്ലാവരും പറഞ്ഞു. അവിടെ കുറച്ച് നല്ല റോഡാണെന്ന് പറഞ്ഞു. നമുക്ക് പെരുമ്പാവൂർ വഴി ഭയങ്കര മോശം റോഡാണെന്നാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തൃപ്പൂണിത്തുറ വഴിയാണ്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ കാര്യം ഓക്കെയാണ്. ഏകദേശം 500 രൂപയ്ക്ക് നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 161 കിലോമീറ്ററാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 500 വരെ പെട്രോൾ കവർ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ റിസർവ് ആവുകയാണെങ്കിൽ, നമുക്ക് പോകുന്ന വഴിക്ക് റിസർവ് ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അടിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ എല്ലാവരും നമ്മൾ പെട്രോൾ ആകുമ്പോഴുണ്ട്. കാറിന് നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. അപ്പം പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ സൈഡാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിന് ശേഷമാണെങ്കിൽ അടുത്ത യാത്ര തുടരുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്, 7-8 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അടുത്തൊരു ലോങ് ഡ്രൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു
വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഹോട്ടലിങ് എവിടെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ പോണ വഴിക്ക് കടമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാരവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം നോൺ വെജും വെജൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ നല്ല ഫുഡാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടേക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നോക്കാം അവിടെ എന്താണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടണമെന്നുള്ളത്. ഇന്ന് പൂരി എടുത്തോ? അപ്പോൾ 6 മസാലയും പിന്നെയും പൂരിയാവും. 6 മസാല ഒരു പൂരി 7 പേരില്ലേ? ഒരു പൂരി ഓൾറെഡി വന്നില്ലേ? ഒരു പൂരി 6 മസാല വന്നപ്പോൾ 6 മസാല ഫുഡ് എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല, നല്ല ഫുഡല്ലേ? താൽക്കാലിക ആശ്വാസം. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ ടൗണിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയൊരു ഹോട്ടലിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഈ ഒരു ഹോട്ടലിൽ നമുക്ക് അത്യാവശ്യം വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മസാല ദോശയും പൂരിയാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചത്. വലിയ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു ഫുഡായിരുന്നു കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ കോതമംഗലം, നേര്യമംഗലം, അടിമാലി ഈ റൂട്ടിലാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന റൂട്ട് എന്ന് പറയുന്നത് കോതമംഗലം, നേര്യമംഗലം വഴിയാണ്. ഈ ഒരു വഴിയിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഒരുപാട് കുഴികൾ നമുക്ക് ഈ ഒരു റോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഈ ചെടികളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ഷെയ്ഡ് വരുമ്പോൾ ഈ ഒരു കുഴി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതൊരു ചെറിയൊരു കുഴിയാണോ അല്ലെങ്കിൽ എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ബൈക്ക് റൈഡ് ചെയ്യുന്ന ആൾക്കാർ, കാർ റൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട് ഈ ഒരു വഴിയിൽ. ഒരുപാട് കുഴികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഴികൾ, അതും വലിയ വലിയ കുഴികൾ നമുക്ക് ഈ റോഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു മനസ്സിനൊരു കുളിർമ നൽകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. ഈ ഒരു വഴി മുഴുവൻ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട്. അതുപോലെ തന്നെ റൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എസ്പെഷ്യലി ബൈക്ക് റൈഡേഴ്സിന് റൈഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോകുന്ന റോഡിൽ ഒരു രണ്ട് മൂന്നല്ല അതിനേക്കാളും കൂടുതൽ നമുക്ക് വാട്ടർഫോൾസ്, അതായത് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ വലിയ 2 വാട്ടർഫോൾസ് നമുക്കിത് കാണാൻ സാധിക്കും. അഡ്വഞ്ചർ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ഒരു വഴിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം റോഡ് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റോഡിൽ മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു ഒരുപാട് ടാർ ഇളകി പോയിട്ടുണ്ട്. വലിയ വലിയ കുഴികൾ, ഒരു രക്ഷയില്ല. ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിമാലയൻ, അതുപോലെ തന്നെ ഓഫ് റോഡ് ബൈക്കുകൾ, എക്സ്പൾസ്, ഹീറോൻ്റെ എക്സ്പൾസ് അങ്ങനെയുള്ള വണ്ടികൾ, അതുപോലെ ഓഫ് റോഡിന് പറ്റിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ വഴിയാണ് ഈ ഒരു നേര്യമംഗലം വഴി.
സാധനങ്ങളൊക്കെ ഇല്ലേ? നമ്മൾ അടിമാലി ടൗണിൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാനായിട്ട് നിർത്തിയപ്പോൾ ഒരു ചായപ്പീടിയ കണ്ടു. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാൻ വെച്ചിട്ട് കയറിയതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റായി, ഏകദേശം ഒരു 1 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഒരു ചായ കുടിച്ചിട്ട് വേഗം പോകണം. നമ്മൾ മൂന്നാർ ടൗണിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്, ലഞ്ച് കഴിക്കാം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനക്കയം മൂന്നാർ റോഡിലാണ്. അത്യാവശ്യം നല്ല റോഡാണ് ഈ ഒരു ആനക്കയം മൂന്നാർ റോഡ്. അത്യാവശ്യം നല്ല ലാൻഡ്സ്കേപ്പിങ്ങും നമുക്ക് കോർണർ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളും, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ജീപ്പ് സഫാരി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വഴിയിൽ. പിന്നെ നല്ല രസമായിട്ട് പ്ലാന്റേഷൻ, അതായത് നമ്മുടെ തേയിലയുടെ പ്ലാന്റേഷൻ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല ലാൻഡ്സ്കേപ്പാണ്, കാണാനായിട്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ ഒരു വഴിയിലുള്ളത്. പിന്നെ ഇതുവരെ നമ്മൾ പോകുന്ന വഴിക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഏകദേശം മൂന്നാർ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് നേരെ ടോപ്പ് സ്റ്റേഷൻ, പിന്നെ വട്ടവട, അങ്ങനെയാണ് ഇനി അടുത്ത പരിപാടി. ചപ്പാത്തി നമ്മൾ മൂന്നാർ ടൗണിലൊരു ഹോട്ടലിൽ കയറി ലഞ്ച് കഴിച്ചു. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ലഞ്ച് നമുക്ക് കിട്ടിയില്ല, കുറച്ച് മോശമായിരുന്നു ലഞ്ച്. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് യാത്ര തുടരുകയാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, പക്ഷെ വലിയൊരു കുഴപ്പമില്ല, ചെറിയ രീതിയിലുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നമ്മുടെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴി. അപ്പോൾ ഈ ഒരു വഴിയിൽ വലിയൊരു ഇതൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം നല്ല കുണ്ടും കുഴിയൊക്കെ കാണാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഓടിക്കാൻ പറ്റുന്ന വഴിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കാറും അല്ലെങ്കിൽ ബൈക്കൊക്കെ കൊണ്ട് വരുമ്പോഴേ പെട്ടെന്ന് കുഴിയിലൊക്കെ ചാടുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായി ഉണ്ടാവും ഈ ഒരു വഴിയിലൊക്കെ. പിന്നെ മഴ ഇതുവരെ നിന്നിട്ടില്ല, മഴ നിൽക്കുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റേഷനിലേക്ക് പോണ വഴിയിലുള്ളത് നമുക്ക് എക്കോ പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം, അങ്ങനെ 2-3 സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഈ ഒരു വഴിയിൽ. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ ലേറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ റിസോർട്ടിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇത്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമുക്ക് ഈ വട്ടവടയിലേക്ക് പോകണ വഴിക്ക്. പാമ്പാടി ഷോല എന്ന് പറഞ്ഞിട്ടൊരു
ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ചെക്ക് പോസ്റ്റ് ചിലപ്പോൾ അടയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അധികം സ്ഥലങ്ങളൊന്നും കാണാനായിട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മൾ മഴയൊന്ന് കുറഞ്ഞപ്പോൾ മഴ ശരിക്കും നിന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു ബോട്ടിങ്ങൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്നുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് കോട നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഒരു ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഓ രസമുണ്ടല്ലേ കോട പറഞ്ഞ സ്റ്റേഷന്റെ സ്കീം ചെയ്തല്ലേ? വീഡിയോ പിടിക്കണം. വരണം മിസ്റ്റർ ജെയിൻ, വരണം. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോണ വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കംപ്ലീറ്റ് കോടയാണ്. കംപ്ലീറ്റ് കോട. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. നമുക്ക് അപ്പുറത്തുള്ള കാണാൻ കൂടി പറ്റില്ല. അത്രയും കട്ട കോടയാണ്. നല്ല ചില്ലായിട്ടുള്ളൊരു റൈഡാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. നല്ല ചില്ലെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അത്രയും എൻജോയ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് വരുന്ന വണ്ടി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ആക്സിഡൻറ്റിന് സാധ്യത കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി വരുന്നത് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കില്ല. അത്രയും കട്ട മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കട്ട കോടയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പാമ്പാടും ഷോല നമ്മുടെ വട്ടവടയിലേക്ക് കടക്കാനായിട്ടുള്ള നടുക്കിലൊരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോറസ്റ്റാണ് പാമ്പാടും ഷോല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തിരികെയാണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. നമുക്കതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ ഒരു ചായയും കുടിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം എത്താറായുണ്ട്. ഇനിയിപ്പോൾ വളരെ ചെറിയ കിലോമീറ്റർ ഉള്ള നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് എത്താൻ. ഡ്രീം വാലി എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ. അപ്പോൾ വട്ടവട ടൗണിൽ തന്നെയാണ് ഈ ഒരു റിസോർട്ടുള്ളത്. വളരെ ചെറിയൊരു ടൗണാണ് ഈ വട്ടവട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ അവിടെ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി മഞ്ഞൊക്കെ മൂടി തുടങ്ങി. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മളിപ്പോൾ വട്ടവടയിലേക്ക് പോവുകയാണ്. പക്ഷേ വീഡിയോ എടുക്കൽ നടക്കില്ല. കാരണം ഓൾറെഡി ലേറ്റായി, ഇരുട്ടായി തുടങ്ങി. പിന്നെ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.